ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൂട്ടാഞ്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടാഞ്ചോറ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വെല്ലുള്ളിയും കറിവേപ്പില, അതേപോലെ മല്ലിയില, പിന്നെ സോയ ചങ്ക്സ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചത്, പിന്നെ ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ, പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തു, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ ഒന്ന് ചിരകി വെച്ച തേങ്ങ, അതൊരു അരമൂടി ഉണ്ടാവും കേട്ടോ തേങ്ങ. എന്നിട്ട് പൊടികളായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡിൽ വേണമെങ്കിൽ ചിക്കൻ മസാല എടുക്കാം കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്തൊന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കൂട്ടാഞ്ചോറിന് ആഡ് ചെയ്യാനുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ അത് മൊരിയിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ എടുത്തിട്ടുള്ള ആ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ പൊടി. മസാലകളുടെ പച്ചമണമൊക്കെ പോയതിനു ശേഷം തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കുക. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വെക്കുക കേട്ടോ ചൂടാറാനായിട്ട്. അപ്പോൾ കുക്കറിലാണ് ഈ കൂട്ടാഞ്ചോറ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുക. എൻ്റെ കയ്യിൽ കുറച്ച് സ്പൈസ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് പോലെ ആഡ് ചെയ്ത് കേട്ടോ. അതിലേക്ക് വെല്ലുള്ളി അരിഞ്ഞതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും കൂടി ഇടുക. നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേവാനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നേരത്തെ മസാലകൾ നമ്മൾ വറുത്ത് വെച്ചിരുന്നത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോകുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നതിന് ശേഷം സോയയുടെ ചങ്ക്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും കൂടി ആഡ് ചെയ്തിട്ട് മല്ലിയിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ കൂട്ടാഞ്ചോറിന് സാധാ ചോറ് വയ്ക്കുന്ന അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള അരി ഒന്ന് ആഡ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക. അങ്ങനെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഉപ്പിട്ട് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അരി. ശരിക്കും കൂട്ടാഞ്ചോറ് വെക്കാനായിട്ട് വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് മാത്രം സോയ ചങ്ക്സ് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തതാണ്. അല്ലാതെ വെറുതെ വെക്കുകയാണെങ്കിൽ അരി മാത്രം ആഡ് ചെയ്തിട്ട് ഈ ഒരു മസാല ആഡ് ചെയ്ത് വെച്ചാൽ മതി. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പക്ഷേ ഈ ഒരു കൂട്ടാഞ്ചോറ് നന്നായിട്ട് ആറിയിട്ട് ആ മസാലയൊക്കെ ഇറങ്ങിയ ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു കൂട്ടാഞ്ചോറ് മട്ടനും ബീഫൊക്കെ വെച്ചിട്ടുണ്ടാക്കാം, അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.